ഇന്ത്യൻ ഓഹരി വിപണി 2026 മാർച്ച് 9 തിങ്കളാഴ്ച ശക്തമായ ഇടിവോടെ അടഞ്ഞു. തുടർച്ചയായ രണ്ടാം ദിവസമാണ് വിപണിയിൽ വലിയ വിൽപ്പന സമ്മർദ്ദം കാണുന്നത്. ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $100 മുകളിലേക്ക് ഉയർന്നത് കൂടാതെ അമേരിക്ക-ഇറാൻ സംഘർഷം ശക്തമായതും വിപണിയിൽ വലിയ അസ്ഥിരത സൃഷ്ടിച്ചു. പ്രധാന സൂചികകൾ: BSE സെൻസെക്സ് 77,566.16 അടഞ്ഞു. 1352.74 പോയിന്റ് 1.71% ഇടിവ്. ദിവസത്തിനിടെ സൂചിക ഏകദേശം 2500 പോയിന്റ് വരെ ഇടിഞ്ഞ് 76,424.55 എന്ന ഇൻട്രാഡേ ലോ തൊട്ടു. NSE നിഫ്റ്റി 50 24,028.05 ക്ലോസ് ചെയ്തു. 422.40 പോയിന്റ് 1.73% ഇടിവ്. സെഷനിലെ ലോ 23,868.05 ആയിരുന്നപ്പോൾ അവിടെ നിന്ന് ഏകദേശം 160 പോയിന്റ് തിരിച്ചുപിടിച്ചു. ഇന്ത്യൻ രൂപ US ഡോളറിനെതിരെ 53 പൈസ ഇടിഞ്ഞ് 92.35 എന്ന റെക്കോർഡ് ക്ലോസിംഗ് ലോയിലെത്തി. നിഫ്റ്റി 50 ഏറ്റവും ഉയർന്നതും താഴ്ന്നതുമായ ഓഹരികൾ. ടോപ്പ് ഗെയിനേഴ്സ്: വിപ്രോ +1.64%, റിലയൻസ് ഇൻഡസ്ട്രീസ് +0.98%, അപ്പോളോ ഹോസ്പിറ്റൽസ് +0.86%. ടോപ്പ് ലൂസേഴ്സ്: TMPV -5.27%, അൾട്രാടെക് സിമെന്റ് -5.25%, മാരുതി സുസുക്കി -4.67%. സെക്ടർ പ്രകടനം. ഏറ്റവും മോശം പ്രകടനം PSU ബാങ്കുകൾ -3.97%, ഓട്ടോ, പ്രൈവറ്റ് ബാങ്കുകൾ. സ്ഥിരത കാട്ടിയ മേഖലകൾ IT, ഹെൽത്ത് കെയർ. IT, ഹെൽത്ത് കെയർ ഇൻഡെക്സുകൾ ചെറിയ നേട്ടമോ കുറഞ്ഞ നഷ്ടമോ മാത്രം രേഖപ്പെടുത്തി. 2026 മാർച്ച് 10 ചൊവ്വ വിപണി പ്രവചനങ്ങൾ. തിങ്കളാഴ്ച ഉണ്ടായ ശക്തമായ ഇടിവിന് പിന്നാലെ ചൊവ്വാഴ്ച വിപണി ജാഗ്രതയും ഉയർന്ന അസ്ഥിരതയും കാണാൻ സാധ്യതയുണ്ട്. പ്രധാന കാരണങ്ങൾ: ആഗോള ജിയോപൊളിറ്റിക്കൽ സംഘർഷങ്ങൾ, ഉയർന്ന എനർജി ചെലവ്, വിദേശ നിക്ഷേപകരുടെ ശക്തമായ വിൽപ്പന, ഓയിൽ വില സമ്മർദ്ദം. ബ്രെന്റ് ക്രൂഡ് ഇപ്പോൾ $104 മുകളിൽ തുടരുന്നു. ഇത് ഇന്ത്യയിലെ പണപ്പെരുപ്പം, ഫിസ്ക്കൽ ബാലൻസ് എന്നിവയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ആഷ്യൻ വിപണിയിൽ എണ്ണവില വീണ്ടും ഉയർന്നാൽ രൂപയ്ക്ക് കൂടുതൽ സമ്മർദ്ദം. പെയിന്റ്സ്, ഏവിയേഷൻ പോലുള്ള ഓയിൽ ഇറക്കുമതി ആശ്രിത മേഖലകൾക്ക് ആഘാതം. വിപണി മനോഭാവം. ഇപ്പോൾ വിപണി വ്യക്തമായി റിസ്ക് ഓഫ് മോഡിലാണ്. ഇന്ത്യ വിക്സ് 20% മുകളിൽ ഉയർന്ന് 24.18 എത്തി. ഫിയർ ഗേജ് 17.52% ഉയർന്ന് 23.36 ക്ലോസ് ചെയ്തു. 2024 ജൂൺ ശേഷം ഏറ്റവും ഉയർന്ന നില. ഇത് വിപണിയിൽ വലിയ ഇൻട്രാഡേ സ്വിംഗ് തുടരുമെന്ന സൂചനയാണ്. ഫണ്ട് ഫ്ലോ 9 മാർച്ച് 2026 FII -6,345 കോടി രൂപ, DII +9,013 കോടി രൂപ. വിദേശ നിക്ഷേപകർ തുടർച്ചയായി വിൽപ്പന തുടരുമ്പോൾ ആഭ്യന്തര നിക്ഷേപകർ വാങ്ങൽ തുടരുന്നു. 2026 മാർച്ച് 10 പ്രധാന സംഭവങ്ങൾ. US ADP പ്രൈവറ്റ് എംപ്ലോയ്മെന്റ് റിപ്പോർട്ട് 12-15. GMT ഡോളറും ഫെഡ് പലിശ നിരക്ക് പ്രതീക്ഷകളും സ്വാധീനിക്കാം. ചൈന ട്രേഡ് ബാലൻസ് ഡേറ്റ. ഏഷ്യൻ ട്രേഡിംഗ് സമയത്ത് ഗ്ലോബൽ ഡിമാൻഡ് സൂചനകൾ ലഭിക്കും. G7 രാജ്യങ്ങൾ 400 മില്യൺ ബാരൽ അടിയന്തര എണ്ണ സംഭരണം പുറത്തിറക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. സെക്ടർ പ്രവചനം. IT ആൻഡ് ടെക്നോളജി പ്രതിരോധ സ്വഭാവമുള്ള മേഖലയായി തുടരാം. എനർജി ആൻഡ് ഡിഫൻസ് സേഫ് ഹേവൻ സ്റ്റോക്കുകളായി ശ്രദ്ധേയം. ഓട്ടോ ആൻഡ് കൺസ്യൂമർ ഗുഡ്സ് ഇന്ധനവില ഉയർന്നതിനാൽ സമ്മർദ്ദം. SCBI പുതിയ സംവിധാനം. മ്യൂച്വൽ ഫണ്ട് ഫോളിയോയ്ക്ക് വോളണ്ടറി ലോക്ക്-ഇൻ ഡെബിറ്റ് ഫ്രീസ് ഫെസിലിറ്റി ആരംഭിച്ചു. ഇത് അനധികൃത ഇടപാടുകളിൽ നിന്ന് നിക്ഷേപങ്ങളെ സംരക്ഷിക്കാൻ സഹായിക്കും. മാർച്ച് 10 പ്രധാന ബോർഡ് മീറ്റിംഗുകൾ. കാപ്രി ഗ്ലോബൽ ക്യാപിറ്റൽ ഫണ്ട് റേസിംഗ് ചർച്ച്. ഡൈനക്കോൺ സിസ്റ്റംസ് ആൻഡ് സൊല്യൂഷൻസ് ജനറൽ ബിസിനസ് കാര്യങ്ങൾ. IRFC 1.05 രൂപ ഇടക്കാല ഡിവിഡൻഡ്. FI 27 70,000 കോടി രൂപ. ബോറോവിംഗ് പ്ലാൻ കമ്പനി അപ്ഡേറ്റുകൾ. റെയിൽടെൽ 1 രൂപ ഇടക്കാല ഡിവിഡൻഡ്.
റെക്കോർഡ് ഡേറ്റ് മാർച്ച് 13. മാക്ഫോസ് ലിമിറ്റഡ് 1 അനുപാതം 10 ബോണസ് ഇഷ്യൂ, എക്സ് ഡേറ്റ് ഇന്ന്. SBI കാർഡ്സ് 2 രൂപ 50 പൈസ ഇടക്കാല ഡിവിഡൻഡ്. ക്യൂപിഡ് ലിമിറ്റഡ് 4 അനുപാതം 1 ബോണസ് ഇഷ്യൂ, അലോട്ട്മെന്റ് ഡേറ്റ് ഇന്ന്. ആൻലോൺ ഹെൽത്ത് കെയർ 1 അനുപാതം 5 സ്റ്റോക്ക് സ്പ്ലിറ്റ് 1 അനുപാതം 1 ബോണസ് പ്രപ്പോസൽ വോട്ടിംഗ് ആരംഭം. ആഗോള ഊർജാവസ്ഥ. US ഇസ്രായേൽ ഇറാൻ സംഘർഷം 10-ാം ദിവസം. സംഘർഷം 10-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ എണ്ണവില $120 സമീപം ഉയർന്നു. G7 IA മീറ്റിംഗിൽ സ്ട്രാറ്റജിക് ക്രൂഡ് റിസർവ്സ് റിലീസ് ചെയ്യാനുള്ള തീരുമാനമൊന്നും ഉണ്ടായില്ല. അതിനാൽ വിലയിൽ അസ്ഥിരത തുടരുമെന്ന് പ്രതീക്ഷ. ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് സഹായ പദ്ധതി. ഇസ്രായേൽ ഇറാൻ സംഘർഷം കാരണം ഫ്രൈറ്റ് ചെലവ്, ഇൻഷുറൻസ് ചെലവ്, ലോജിസ്റ്റിക് പ്രശ്നങ്ങൾ എന്നിവ ഉയർന്നതിനെ തുടർന്ന് എക്സ്പോർട്ട് പ്രൊമോഷൻ മിഷനിൽ മാറ്റങ്ങൾ ഉൾപ്പെടുന്ന പുതിയ സഹായ പദ്ധതി സർക്കാർ പരിഗണിക്കുന്നു. ബംഗളൂരു ഹോട്ടൽ മേഖല. കമേഴ്ഷ്യൽ ഗ്യാസ് സിലിണ്ടർ ക്ഷാമം കാരണം ബംഗളൂരു ഹോട്ടലുകളും ഭക്ഷണശാലകളും മാർച്ച് 10 മുതൽ അടച്ചിടൽ പ്രഖ്യാപിച്ചു. ഇത് വിതരണ ശൃംഖല പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. പാകിസ്ഥാൻ സാമ്പത്തിക സമ്മർദ്ദം. പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തി സംഘർഷം ശക്തമായതോടെ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി അപകടത്തിൽ. IMF അവലോകനത്തിനിടയിലാണ് ഈ പ്രശ്നമുയർന്നത്. സ്വർണ്ണവില 9 മാർച്ച് 2026 24K 10 ഗ്രാം 1,60,431 രൂപ. 22K 10 ഗ്രാം 1,46,954 രൂപ. 18K 10 ഗ്രാം 1,20,323 രൂപ. F&O ബാങ്ക് SAIL സമാൻ ക്യാപിറ്റൽ. പ്രധാന ലെവലുകൾ: നിഫ്റ്റി 50 24,028, റെസിസ്റ്റൻസ് 24,080, 24,170, 24,315, സപ്പോർട്ട് 23,789, 23,700, 23,554. ബാങ്ക് നിഫ്റ്റി 56,020, റെസിസ്റ്റൻസ് 56,238, 56,475, 56,858, സപ്പോർട്ട് 55,471, 55,235, 54,851.